ഇതിന്റെ സ്ഥാപകൻ അഭിജിത് ദീപ് കെ പണ്ട് ആം ആദ്മി പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. മാധ്യമപ്രവർത്തകൻ ആയിരുന്നു. അത് കഴിഞ്ഞ ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് റിലേഷൻസ്. ഇവിടെ ഇപ്പം അദ്ദേഹത്തിന് വധഭീഷണിയുള്ള മെസ്സേജുകളൊക്കെ വരുന്നു എന്ന് അല്പസമയം മുൻപ് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വധഭീഷണി വരുന്നു എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പാർട്ടി ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തെ ആരൊക്കെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് സ്വയം സ്റ്റേജ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പുറത്ത് മഷി ഒഴിക്കുന്നു, അദ്ദേഹത്തെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഗുരു അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെ ചെയ്തു അതിന്റെ മറ്റൊരു വേർഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ട് അഭിജിത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇഷ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വയലന്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ സ്പേസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തേണ്ടുന്നതുമാണ്. പക്ഷേ ഈ പറയുന്ന അഭിജിത്തിന്റെ ഗുരുവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ് ജൻസികൾ എങ്ങനെയെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യണം, നേപ്പാൾ മോഡൽ പ്രൊട്ടസ്റ്റ് നടത്തണം, തെരുവിലേക്ക് ഇറങ്ങണം, ബഹളം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിഷ്കളങ്കമായിട്ടായിരിക്കില്ല ആ കാര്യത്തിനെ കാണുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം പൊളിറ്റിക്കലി ഇത് ഒരുപാട് നാളായി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ചില കോണറുകളിൽ നിന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശം വന്നു. അത് ദൗർഭാഗ്യകരമായ പരാമർശമാണ്. പക്ഷേ അദ്ദേഹം തന്നെ അതിനകത്ത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, കോടതിക്കകത്ത് ഫേക്ക് ഡിഗ്രിയുമായിട്ട് വന്നു കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തെറ്റായി പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് മാപ്പം ചോദിക്കാം. പക്ഷേ ഈ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആ മൂവ്മെന്റിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമല്ല, ഇപ്പോൾ തൊഴിലില്ലായ്മ കൂടുന്നു എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി കണക്കുകൾ വെച്ചിട്ട് മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ തോത് എങ്ങനെയാണ്, GDP കുറയുന്നു എന്ന് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ GDP മുമ്പ് എന്തായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റേജിൽ എങ്ങനെയാണ് എക്കണോമി നിലനിൽക്കുന്നത്, അതിന്റെ അനുരഞ്ജനങ്ങളാണോ അല്ലയോ, അതിന്റെ ആ സ്റ്റാറ്റസ് നിലനിൽക്കുമ്പോൾ തന്നെയും ഇന്ത്യയിലെ സ്റ്റാറ്റസ് ബെറ്റർ ആണോ അതോ ഇന്ത്യ വളരെ താഴേക്ക് പോയിട്ടുണ്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും വിശദമായിട്ട് ഫാക്ച്വലി തന്നെ നമുക്ക് ചർച്ച നടത്താമല്ലോ. നമ്മൾ ചർച്ച നടത്തിയിട്ട് നമുക്ക് അതിനകത്ത് മുമ്പോട്ട് പോകാമല്ലോ. അതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷെ ഒരു മൂവ്മെന്റിന് ക്ലാരിറ്റി ഉണ്ടാകണം. ഇപ്പോൾ എനിക്കറിയില്ല, ഇപ്പൊ നമ്മുടെ അദ്ദേഹം വസന്ത് പറയുന്നുണ്ടായിരുന്നു കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ജസ്റ്റിസുമാരായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ എന്താണ് രാജ്യസഭ നോമിനേറ്റഡ് രാജ്യസഭയിലേക്ക് എത്തരുത് എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അറിയില്ലാന്ന് തോന്നുന്നു, രംഗനാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആളെ രാജ്യസഭയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അതുപോലെ തന്നെ ബഹാറുൽ ഇസ്ലാമിനെ രാജ്യസഭയിലേക്ക് എത്തിച്ചത്, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, അദ്ദേഹത്തെയും രാജ്യസഭയിൽ എത്തിച്ചിരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിന് ഈ ആഴ്ചയ്ക്ക് നിലപാട് മാറുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്കറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് ഇതിനെ ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. നിങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കല്ലേ. ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള അവകാശത്തിനെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാം? നമുക്ക് ഈ വെറുതെ വലിയ വായിൽ എന്തും വിളിച്ച് പറയാം. ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു പദവിയിലിരിക്കുന്ന ഒരാളായിക്കോട്ടെ, അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ്. അദ്ദേഹത്തിന് നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മത്സരിക്കാൻ അവകാശമില്ല എന്ന് നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗം വെച്ചിട്ടാണ് നിങ്ങൾ വാദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ നിയമസഭയിൽ മത്സരിക്കും, അല്ല ലോക്സഭയിൽ മത്സരിക്കും, ചിലപ്പോൾ രാജ്യസഭയിൽ മത്സരിക്കും. അത് ഓരോരുത്തരും ഒരു പൗരന്റെ അവകാശമല്ലേ. ഈ പൗരൻ ഇതിന് അവകാശമില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണെന്നേ പോയിട്ട് പറയാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ മീഡിയ ഹൗസ് തുടങ്ങരുത്. നിങ്ങൾ എങ്ങനെയാണ് ഈ കോർപ്പറേറ്റിനെയും അല്ലാത്ത ആൾക്കാരെയും തമ്മിൽ വേർതിരിക്കുക? ഒരു യൂട്യൂബ് ചാനൽ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫണ്ടേഴ്സിനെ അന്വേഷിച്ച് എത്ര പേരെടുത്ത് പോകുന്നുണ്ടാവും? അപ്പോൾ ഫണ്ടിങ് ഇല്ലാണ്ട് ഈ കാര്യം നടക്കുമോ? നമ്മുടെ മലയാളത്തിലുള്ള മാധ്യമങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ ഞാൻ പേരെടുത്ത് തന്നെ വേണം, ഇപ്പോൾ റിപ്പോർട്ടർ TV അഗസ്റ്റിൻ ബ്രദേഴ്സ് ആണ് നടത്തുന്നത്. അത് വലിയ മുതലാളിമാരാണ്. മാതൃഭൂമിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബിസിനസ് ഉണ്ടായില്ലേ? മനോരമയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബിസിനസ് ഉണ്ടായില്ലേ? എല്ലാ ചാനലുകളുടെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് വേറെ ബിസിനസ് ഉണ്ടായില്ല. അപ്പൊ ഇവരാരും മീഡിയ ഹൗസസ് നടന്നത് നിങ്ങൾ നോക്കും. കുറച്ച് എനിക്കത് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അത് ആൾക്കാർക്ക് കൺവിൻസ് ആകുന്ന തലത്തിൽ, ഇത് ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കുന്ന തരത്തിലേക്ക് ആ മൂവ്മെന്റിന്റെ അജണ്ടാസിനെ നിങ്ങൾ കൊണ്ട് വെക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ഏറ്റവും പോപ്പുലേറ്റഡ് ആവുന്ന കൺട്രി ആകുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പൊല്യൂഷന്റെ തോതും അതിനനുസരിച്ച് വർദ്ധിക്കും. കാരണം വാഹനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, ആൾക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്, പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന സ്വഭാവം നമുക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇവിടെ പൊല്യൂഷൻ വർദ്ധിക്കും. അപ്പോൾ പൊല്യൂഷനെതിരായിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് എല്ലാവരും. കാരണം അത് അങ്ങനെ തന്നെ ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിന് ലോകത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള കൺട്രി എന്നുള്ള തലത്തിലൊന്നും അല്ല പ്രസന്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മൂവ്മെന്റ് ഉണ്ടാകണം. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് യുവാക്കളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. അവർക്ക് രാഷ്ട്രബോധം ഉണ്ടാകണം, പൊതുബോധം ഉണ്ടാകണം, സാമൂഹ്യ ബോധം ഉണ്ടാകണം, ഇതെല്ലാം ഉണ്ടാകണം. പക്ഷെ നിങ്ങൾ അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം സെറ്റേറിറ്റിക്കൽ ആയിരുന്നാലും ശരി തന്നെയാണ്, നിങ്ങളുടെ ഫൗണ്ടറുടെ രാഷ്ട്രീയ ഗുരു ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ BJP വിരോധത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിരോധത്തിൽ നിന്ന് ഉടലെടുത്തുകൊണ്ട് ഇത്തരത്തിലേക്ക് ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയാതെ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് അത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു നിഷ്പക്ഷ മൂവ്മെന്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജെന്യുവൻ മൂവ്മെന്റ് ആയിട്ടോ ആൾക്കാരെ കാണണമെന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവസാനമായി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ CJP പിന്തുണച്ച് കുറേയധികം ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് ഈ യുവാക്കൾ, നമുക്കറിയാത്ത ആളുകൾ എന്നുള്ളതിലപ്പുറം ഇപ്പം മഹുവ മൊയ്ത്ര അല്ലെങ്കിൽ കീർത്തി ആസാദ്, ഇപ്പൊ ശേഖർ സുമാക്, അങ്ങനെ
നമുക്കറിയുന്ന പരിചിതമായ അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയമുള്ള ആളുകൾ പോലും CJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അനുകൂലിക്കുന്നുണ്ട്. അതിൽ ഭാഗമാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ആശയങ്ങൾക്ക് ഒരു തരത്തിലും സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ആൾക്കാർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് കൂടുതൽ ട്രാൻസ്പെറൻസി കൊടുക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ആരൊക്കെയാ മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പ്രകാശ് രാജ് വരും, യോഗേഷ് യാദവ് യോഗേഷ് യാദവ് അതിന്റെ പേര് പറഞ്ഞാൽ എന്താ യോഗേഷ് യാദവ് പണ്ട് ആം ആദ്മി അതെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇത് വരുന്ന ആൾക്കാർ ആരാണെന്നുള്ള കാര്യത്തിനകത്ത് തന്നെ വളരെ എവിഡന്റ് ആണല്ലോ. ഇവർ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഇവർ എന്താണ് രാഷ്ട്രീയ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ടല്ലോ ആ വിഷയങ്ങളിൽ. ആരൊക്കെ വന്നു ആരൊക്കെ ഇവിടെ വന്നു? ജിഗ്നേഷ് മേവാനി വന്നു, രാവൺ ചന്ദ്രശേഖർ വന്നു, ഹാർദിക് പട്ടേൽ വന്നു, അരവിന്ദ് കെജ്രിവാൾ വന്നു, രാകേഷ് ടിക്കായത്ത് വന്നു. ഇനിയും പലരും വരുന്നേ, ഇനിയും പലരും വരും, ഇനിയും പലരും പോവും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഇനി പലതും ചെയ്യും. നമുക്കിതൊക്കെ കാണാൻ നമ്മൾ ഇവിടെ തന്നെ ഇല്ലേ, നമ്മൾ ആരും ഇവിടെ ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ. അവർ ചെയ്തോട്ടെ, നോ ഇഷ്യൂ.